ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു ബീറ്റ്റൂട്ട് പച്ചടീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം സാധനം എടുത്തിന്, എങ്ങനെയെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വരൂ. അപ്പോൾ ഫ്രണ്ട്സ്, ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ ഞാനൊരു ചെറിയ ബീറ്റ്റൂട്ട് തോല് ചെത്തി കഴുകി ചെറിയ തോതിൽ മുറിച്ചിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ചുവന്ന മുളകാണ് ഇതിന്, അധികം പച്ചമുളകല്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങയുണ്ട് എടുത്തിട്ട് ഈ തേങ്ങ അരക്കണം. ഇതിലും കുറച്ച് ചുവന്ന മുളകാണ് നമ്മൾ ചേർക്കുന്നത്, പച്ചമുളകല്ല. പച്ചമുളക് അധികം ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് കടുകും പൊട്ടിക്കും ലാസ്റ്റ്, പച്ചക്കടുക് നമ്മൾ പച്ചടിക്കെല്ലാം എടുക്കുന്ന പോലെ. അപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പം ഞാനിത് വേവിച്ചെടുക്കണം നമുക്ക് ബീറ്റ്റൂട്ടിനെ. അപ്പോൾ ഇതിലേക്കിട്ട് കാണുന്നില്ലേ, തൈരെല്ലാം മോരാന്ന് എടുത്തിട്ടുള്ള ഇതാ ഞാൻ. തൈരുണ്ടെങ്കിൽ തൈര് തന്നെ എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ ബീറ്റ്റൂട്ട് വേവാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതാ, ഇനി നമുക്ക് തീ കത്തിച്ച് അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ ഇതാ, ഇനി ഞാൻ അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കട്ടെ. ഇവിടെ നിന്നാവട്ടെ, അപ്പോഴത്തേക്ക് വേഗം അരച്ച് കൊണ്ടുവരാം. അപ്പോൾ തേങ്ങയിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇടട്ടെ. അടുപ്പത്തും കുറച്ച് മുളക് പൊടി ഇടട്ടെ. അടുപ്പത്ത് മുളക് പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടി ആവശ്യത്തിന് എത്രയാണോ എരിവുള്ളത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചുവന്ന മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പരിപാടി. കുറച്ച് തേങ്ങയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങ വേഗം ഞാൻ അരച്ചിട്ട് എടുത്തുകൊണ്ടാട്ടെ. ഇതാ കണ്ട, കുറച്ച് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കടുക് അതിൻ്റെ അകത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ടേ. ലാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെന്ത് തണിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ട് നമ്മൾ ഈ മിക്സിയിലിട്ടിട്ട് തന്നെ അരച്ചെടുക്കും. അതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പം നമുക്ക് നമ്മളെ ബീറ്റ്റൂട്ട് ഒന്ന് നോക്കിയാലോ, ഏകദേശം എങ്ങനെയായിരുന്നു നോക്കട്ടെ. വെള്ളം ഏകദേശം പറ്റി ബീറ്റ്റൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമൊന്നും കളഞ്ഞ് കളയാൻ പാടില്ല. ഒരു ലേശം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോടെ തന്നെ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം വറ്റിച്ചിട്ടാന്ന് എടുക്കുന്നെങ്കിൽ അങ്ങനെയും എടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അല്ല, ഞാനിപ്പോൾ തീ ഓഫാക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ വെള്ളം ഇതിൽ തന്നെ വറ്റിക്കോളും. പിന്നെ മാറ്റി വെക്കാം. തണിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനുള്ള തേങ്ങയും കടുകും ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മോരൊഴിക്കണം. എന്നിട്ട് വേണം ബീറ്റ്റൂട്ട് അരച്ചത് ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ട്. ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് വേഗം അരച്ചെടുത്തിട്ട് വരുന്നേ. ഓക്കെ, ഇപ്പോൾ ഇതാ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് മോരെടുത്തിട്ട് ഒഴിക്കാം. ആവശ്യത്തിന് മോര്, നല്ല കൊഴുപ്പുള്ള സൈസ് മോരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അരക്കുമ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അരപ്പും നമ്മുടെ ബീറ്റ്റൂട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം.
ഗൈസ്, നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് നല്ലൊരു വറുത്തിട്ട് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചീനിച്ചട്ടി കാണി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വറുത്തിടാൻ. ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ല, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കാം. ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തന്നു. അപ്പം ഞാൻ കുട്ടികൾക്കെല്ലാം സ്കൂളിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കും. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക ഗൈസ്. കണ്ടാ എത്ര പെട്ടെന്നായി, വേഗം കഴിഞ്ഞില്ലേ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഇപ്പെല്ലാം നോക്കി അടിപൊളിയാണ്. ഇതാ, അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.